ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മത്സ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ അലീന പൗലോസേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊന്നും വേസ്റ്റ് ആക്കരുത്, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൗലോസിനെ ഭരിക്കാൻ ചെന്നാണെന്നുള്ളൊരു തോന്നലാണ് പൗലോസിന്. അതുകൊണ്ട് തന്നെ അലീന പറഞ്ഞ പല കാര്യങ്ങളും പൗലോസിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം പിറ്റേ ദിവസം വിനോദ് മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറിയും ഫിഷും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിനുശേഷം ചോദിക്കും, ഇത് എത്ര കിലോ ഉണ്ടെന്നൊക്കെ ചോദിക്കും. ഇത് 3.5 കിലോ ഉണ്ടെന്ന് പറയും. എന്തായാലും ഞാനിത് ക്ലീൻ ചെയ്യാണെന്ന് പറയും. അപ്പോൾ ചോദിക്കും, ക്ലീൻ ചെയ്യാൻ വരട്ടെ പോലെ ചേട്ടാ, ഇപ്പം അവളിങ്ങോട്ട് വരത്തില്ലേ ആ അലീന, അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത് ക്ലീൻ ചെയ്യണമെന്ന് പറയും. അത് ശരി, അവൾക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് പറയും. കാരണം ജോലിക്കാർക്കൊക്കെ നല്ല ദേഷ്യമുണ്ട് അലീനയോട്. കാരണം തെറ്റ് കണ്ട ചോദ്യം ചെയ്യുകയും ആഹാര സാധനങ്ങൾ വേസ്റ്റാക്കുകയും ചെയ്യുന്നതിനൊക്കെ അലീനയ്ക്ക് എല്ലാവരെയും അലീന വഴക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാവിത്രിയും അടുക്കളയിൽ പുറത്ത് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സാവിത്രിയും കിച്ചണിലോട്ട് വരും. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ പൗലോസേട്ടാ? നീ മീനൊന്ന് ക്ലീൻ ചെയ്താൽ മതിയെന്ന് പറയും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് പറയും. അപ്പോഴത്തേക്ക് അലീന അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയും, പൗലോസേട്ടാ ദേ വരുന്നുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, എങ്കിൽ ഞാൻ മീൻ ക്ലീൻ ചെയ്യാം. ഇനി ചില ആൾക്കാർ വന്ന് നിൽക്കില്ലേ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന നോക്കാനായിട്ട്, ഇനി ഇതിൽ എത്ര തൂക്കമുണ്ട്, ക്ലീൻ ചെയ്തതിന് ശേഷം എത്ര കിലോ ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട് വരുന്നതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ സാവിത്രിയും വിനോദമൊക്കെ ഇങ്ങനെ ചിരിക്കുകയാണ്. കാരണം അലീനെ കളിയാക്കുന്ന അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മനഃപൂർവ്വം അലീനയ്ക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് തന്നെ ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ വാലും കുറച്ച് മാംസവും കൂടി കയറ്റി കണ്ടിച്ച് കളയുവാണ്. എന്നിട്ട് തലയും കുറേ ഭാഗവും കൂടി അങ്ങ് കണ്ടിച്ചങ്ങ് വേസ്റ്റ് ബിന്നിലിടും. അതിനുശേഷം കുറച്ച് ഭാഗം മാത്രമേ എടുക്കത്തുള്ളൂ. ആ സമയത്ത് അലീന പറയും, മീനിൻ്റെ ക്ലീൻ പരിപാടിയെല്ലാം കഴിഞ്ഞോ പൗലോസേട്ടാ? കഴിഞ്ഞു. എങ്കിലേ പൗലോസേട്ടൻ ഒരു കാര്യം ചെയ്യാൻ പറയും. എന്താ കുഞ്ഞ്? പൗലോസേട്ടൻ ആ വേസ്റ്റ് ബിന്നിൽ കിടക്കുന്ന വേസ്റ്റ് എടുക്കാൻ പറയും. വേസ്റ്റ് ബിന്നിൽ കിടക്കുന്ന വേസ്റ്റ് എടുക്കാനോ? എന്തിന്? വേസ്റ്റ് എടുക്കേണ്ട കാര്യം എന്തോ ഇരിക്കുന്നു? ആവശ്യമുള്ള സാധനം ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. അതെ, ആവശ്യമുള്ള സാധനം മീൻ ഞാൻ കണ്ടായിരുന്നല്ലോ, കട്ട് ചെയ്യുന്നതെന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ പറഞ്ഞ് വേസ്റ്റ് കിടക്കുന്ന ആ മീനിൻ്റെ ബാക്കി വേസ്റ്റ് എടുക്കാൻ പറയും. ഉടനെ പറയും, അത് നടക്കത്തില്ല കുഞ്ഞ്, ഞാൻ കളഞ്ഞ സാധനം എടുക്കത്തില്ലെന്ന് പറയും. എടുത്തേ പറ്റത്തുള്ളൂ, മുതലാളി പോലും എന്നോട് ഇങ്ങനെ സംസാരിക്കത്തില്ലെന്ന് പറയും. ആ മുതലാളിയുടെ മകളാണ് പറയുന്നത്, അതെടുത്തതിന് ശേഷം പൗലോസേട്ടൻ ബാക്കി പണി ചെയ്താൽ മതി എന്ന് പറയും. അത് നടക്കത്തില്ലെന്ന് പറയും. എങ്കിൽ പൗലോസേട്ടൻ ഇനി ഇവിടുത്തെ ജോലി ചെയ്യുന്ന എനിക്കൊന്ന് കാണണമെന്ന് പറയും. അത്രയ്ക്കായോ? എങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആ സമയം സ്റ്റാൻലി അവിടെ നിൽപ്പുണ്ട്. സ്റ്റാൻലി എടുത്ത് നിന്നിട്ട് പരാതി രൂപേണ പറയുന്നുണ്ട്, കേണൽ സാർ, എന്താ താനിപ്പോൾ ഇങ്ങോട്ട് വന്ന്? അത് സാറിൻ്റെ മകള് എന്നെ ഓരോന്നും പറഞ്ഞ് വഴക്ക് പറയാമെന്ന് പറയും. വഴക്ക് പറയാനോ? അലീനയോ? അതെ, എന്താ കാര്യം? അത് സാറേ, ഞാൻ ഇവിടെ ഏറ്റവും നല്ല ഭക്ഷണമല്ലേ ഞാൻ എല്ലാവർക്കും തയ്യാറാക്കി തരുന്നത്. പ്രത്യേകിച്ച് സാറിന് കേടുവന്ന ഫിഷും പച്ചക്കറി എന്തെങ്കിലും ഞങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട്. സാർ എന്തെങ്കിലും എടുക്കാൻ സമ്മതിക്കുമോ? അതുകൊണ്ട് തന്നെ വളരെ വിഭവസമൃദ്ധമായ രീതിയിലാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. വേണ്ടാത്ത പച്ചക്കറികളും എന്തെങ്കിലും കേടുള്ള ഫിഷും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ മാറ്റത്തുള്ളൂ. പിന്നെ പച്ചക്കറിക്കകത്തൊക്കെ ഒരുപാട് വേസ്റ്റ് കാണും. അപ്പോൾ അങ്ങനെ കൊള്ളാത്ത പച്ചക്കറികളൊന്നും നമ്മൾ എടുക്കത്തില്ല. ഏറ്റവും നല്ല സാധനങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചതും സാബ് ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഇവിടെ പുറംപണിക്ക് വരുന്ന ആ പെണ്ണിന് കൊടുക്കുന്നത്. ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഫിഷ് മേടിച്ചുകൊണ്ട് വന്ന് ഫിഷിനകത്ത് തന്നെ നല്ലൊരു ഭാഗം ഞാൻ കറി വെക്കാൻ മാറ്റി വെച്ചു. പക്ഷേ അതിൽ ബാക്കി ഞാൻ വേസ്റ്റ് ബിന്നി ഇട്ടപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് കിടന്ന് ബഹളം വെക്കുന്നു. വേസ്റ്റ് എടുക്കാനോ? വേസ്റ്റ് ബിന്നിനകത്ത് മീനിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട്, അതും എടുക്കണമെന്നും ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിക്കും. സാർ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയും. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു സാർ, എനിക്ക് അതിന് ശേഷം ഞാൻ കിച്ചണിൽ ജോലി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. താൻ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് അലീന എന്ന് പറഞ്ഞ് വിളിക്കും. അതൊരു ദേഷ്യപ്പെടുന്ന വിളിയാണ്. അപ്പോഴത്തേക്ക് അലീന അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് വരും. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, അലീന, നിൻ്റെ അടുത്ത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളല്ലോ നീ കിച്ചണിൽ കയറി ഒന്നും ചെയ്യേണ്ടെന്നുള്ളത്. പിന്നെ നീ എന്തിനാ ജോലിക്കാരുടെ അടുത്ത് വെറുതെ വഴക്കിന് പോകുന്നത്? അത് പപ്പ, ഞാൻ വഴക്കിനൊന്നും പോയില്ല. പിന്നെ നിന്നെക്കുറിച്ച് പൗലോസ് വന്ന് പരാതി പറഞ്ഞു, നീ കിച്ചണിൽ ചെന്ന് ബഹളം വെക്കുന്നെന്നും വേസ്റ്റ് ബിന്നിൽ നിന്ന് എടുക്കാൻ പറഞ്ഞെന്നൊക്കെ. അത് പപ്പ കാര്യം അറിയാതാണ് പപ്പ എന്നോട് ദേഷ്യപ്പെടുന്നത്. ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഫിഷ് മേടിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് ആവശ്യമുള്ള ഭാഗങ്ങൾ ഉൾപ്പെടെ കട്ട് ചെയ്ത് പൗലോസേട്ടൻ വേസ്റ്റായി കളയുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ കുറച്ചും കൂടി ഭാഗം എടുക്കാനേ പറഞ്ഞുള്ളൂ എന്ന് പറയും. അതൊക്കെ നീ പറയേണ്ട കാര്യം എന്തുവാ? നീ ഇവിടുത്തെ സർവൻറ്റിനെ ഭരിക്കാൻ ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. നീ ഇവിടെ താമസിക്കുന്നത് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ടാണെന്ന് ഞാൻ പലതവണ പറഞ്ഞു. ഇവിടുത്തെ വീട്ടുവേലക്കാരി അല്ല നീ. മുമ്പ് നീ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഇപ്പം നീ താമസിക്കുന്നത് എൻ്റെ വീട്ടിലാണ്, എൻ്റെ മകളാണ്. അതുകൊണ്ട് നിന്നെ ഒരു രാജകുമാരിയെ കണക്കാൻ ഞാൻ ഇവിടെ താമസിപ്പിക്കുന്നത്. നീ
കേവലം ജോലിക്കാരോട് ചെന്ന് വഴക്കിടാൻ ശ്രമിക്കുന്നു, അതും ആഹാര കാര്യത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്ത് വിലയാണ് ഇവിടെ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അലീനയോട് ദേഷ്യപ്പെടും. പപ്പേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ആഹാരത്തിൻ്റെ വില അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്ത് വില? ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ചാൽ വളർന്നത്. അതുപോലെ തന്നെ ഞാൻ കഴിക്കുന്ന ഡൈനിങ് ടേബിളും ഏറ്റവും വില കൂടിയ ഭക്ഷണം കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി പോകുന്ന ചെറിയ ചെറിയ മീനിൻ്റെ കാര്യങ്ങൾക്കും പച്ചക്കറിയുടെ പേരും പറഞ്ഞ് വെറുതെ എന്തിനാണ് നീ ഇങ്ങനെ വഴക്കിന് നിൽക്കുന്നത്? അത് പപ്പയ എന്ത് വില കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ്. ഇതിങ്ങനെ അനാവശ്യമായിട്ട് ചിലവാക്കി കളയുന്നതുകൊണ്ട് ഞാൻ പൗലോസിനോട് പറഞ്ഞത്. ഇവിടുത്തെ കിച്ചണിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പപ്പയ്ക്ക് അറിയില്ല. ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് ആഹാര കാര്യത്തിൽ മിച്ചം പിടിച്ച് സമ്പാദിക്കേണ്ട കാര്യവുമില്ല. നീ ഇനി മേലെ കിച്ചണിൽ കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത് അലീന, അതെനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ പെൺകുട്ടികൾ തർക്കുത്തരം പറഞ്ഞത് എനിക്കിഷ്ടമല്ല. ഞാൻ മിലിറ്ററിയിലായിരുന്ന സമയത്തും അതിനുശേഷം എന്നോട് ആരും തിരിച്ചൊരു വാക്കും സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് കേൾക്കണം, അല്ല തർക്കുത്തരം പറഞ്ഞ് എനിക്ക് തീരെ ഇഷ്ടമല്ല, അതും പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇല്ല പപ്പേ, ഞാൻ ഇനി ഒന്നിനും ഇടപെടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അലീന അങ്ങ് പോവുകയാണ്. ആ സമയത്ത് അവളെക്കുട്ടി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ അപ്പച്ച, അവൾ എന്തിനാ കിച്ചണിൽ കയറി വെറുതെ ജോലിക്കാരോട് വഴക്ക് കൂടുന്നത്? അതിന് അവളെന്ത് വഴക്ക് കൂടിയെന്നാണ് പറഞ്ഞത്? അപ്പച്ച, അവൾ കിച്ചണിൽ കയറി പൗലോസിനെ ഭരിക്കേണ്ട കാര്യം എന്തോ? സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതാണ് ഇവിടുത്തെ ജോലിക്കാർ. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനാണ് ഞാൻ അവർക്ക് പൈസ കൊടുക്കുന്നത്. അത് അവർ മേടിച്ച് സമയത്തിന് ഫുഡ് ഉണ്ടാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ട് വെക്കുന്നതാണ്. അവർ മീൻ കുറച്ച് എടുത്തു, പച്ചക്കറി കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ എന്തിനാണ് പറഞ്ഞാൽ അവളോട് വഴക്കിന് പോകുന്നത്? അവൾ മുമ്പ് താമസിച്ച വീട്ടിൽ അവൾ വീട്ടുവേലക്കാരിയായിട്ടായിരിക്കും നിന്നത്. പക്ഷേ അവൾ ഇപ്പോൾ താമസിക്കുന്നത് സ്റ്റാൻലി ജോസഫിൻ്റെ ബംഗ്ലാവിലാണ്. അവൾ എൻ്റെ മകളാണ്. അവളെല്ലാ സുഖസൗകര്യത്തിലും ഇവിടെ താമസിക്കുക. പിന്നെ എന്തിനാണ് വെറുതെ ചില്ലറ കാര്യത്തിൻ്റെ പേര് അവളിങ്ങനെ ഓരോന്നിനും കണക്ക് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്ക് അതേക്കൂടി ഞാനും പറയും, ഒരു കാര്യമില്ലാതെ അലീനെ വഴക്കിന് പോകത്തില്ല, ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതേക്കൂടി ഞാൻ കിച്ചണിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് വിനോദും പൗലോസും സാവിത്രിയും എല്ലാം കൂടി അവിടെ നിന്നങ്ങ് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുവാടാ ഇവിടെ എന്ന് ചോദിക്കും. അത് നിൻ്റെ അടുത്ത് അലീന എന്തോ പറഞ്ഞ, അത് കുട്ടിച്ചായ ദാ ഈ വേസ്റ്റ് കിടക്കുന്ന മീനിൻ്റെ വേസ്റ്റ് എടുത്ത് പിന്നെ എടുക്കാൻ പറഞ്ഞു, എന്തോ ചെയ്യാൻ, നീ അതെടുത്ത് അങ്ങോട്ടൊന്ന് വെച്ചേന്ന് പറയും. അതെന്തിനാ? എടുത്ത് വെക്കടാ എന്ന് പറയും. എന്തായാലും അവൾ പറഞ്ഞില്ല, എടുത്ത് വെക്കാൻ പറയും. അപ്പോഴത്തേക്ക് എടുത്തു വെക്കുമ്പോൾ എന്തോ കാണുന്നത്, മീനിൻ്റെ പകുതി ഭാഗത്ത് നിന്ന് വാലിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കയറ്റി കണ്ടിച്ച് വെച്ചേക്കുന്നു. ഉടനെ കുട്ടിച്ചാൻ പറയും, എന്തുവാടാ നീ കാണിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വഴക്കങ്ങ് പറയും. ഇത് കണ്ടാൽ പിന്നെ അവൾ വഴക്ക് പറയത്തില്ല. ഇത് കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം ഇല്ലയോടാ, ഇതിനകത്ത് എത്ര ഭാഗം ഇനി മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റും? ഇതിൻ്റെ വാല് മാത്രമല്ല കട്ട് ചെയ്ത് കളയേണ്ടത്, ഈ മാംസം കൂടി കട്ട് ചെയ്ത് കളയേണ്ട കാര്യം എന്തോ? ചുമ്മാതാണോ അവൾ നിന്നോടൊക്കെ ദേഷ്യപ്പെടുന്നത്? ഒന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതി എന്തും ചെയ്യാവുന്ന അഹങ്കാരമോ? ഇനി തൊട്ട് അവൾ പറയുന്നത് കേട്ട് നീയൊക്കെ നിന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിച്ചാനങ്ങ് പോവുകയാണ്. അത് പൗലോസിനങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടത്തില്ല. അതിനുശേഷം സ്റ്റാൻലി അലീനയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അലീന വിഷമിച്ചിരിക്കുകയാണ്. അലീന, ഞാൻ നിനക്ക് വിഷമം ഉണ്ടാക്കാൻ ഒന്നും സംസാരിച്ചതല്ല, നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി സംസാരിക്കുകയാണ്. വേണ്ട പപ്പേ, ഞാനിനി ഒരു കാര്യത്തിലും ഇടപെടുന്നില്ലെന്ന് പറയും. പപ്പയ്ക്ക് അതൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിയാമെന്ന് പറയും. അലീന, നീ ഒരു കാര്യവും അന്വേഷിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഫുഡ് വെച്ച് തരുന്നത് ഇവിടുത്തെ ജോലിക്കാരാണ്. അപ്പം അവരാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കിച്ചണിൽ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ വെറുതെ കണക്ക് പറയേണ്ട കാര്യമില്ല. പപ്പയ്ക്ക് അറിയത്തില്ല പപ്പ ഇവിടുത്തെ കിച്ചണിൽ നടക്കുന്ന ഒരു കാര്യവും. അനാവശ്യമായിട്ട് അവരിവിടെ ഓരോ കാര്യങ്ങളും ചിലവഴിക്കുന്നത്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. 1-2 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാ ഇത്രയും സാധനങ്ങൾ വേസ്റ്റ് ആക്കുന്നതെന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ലേ അനീന, എൻ്റെ ഡൈനിങ് ടേബിളിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ പപ്പ ഒരുപാട് വില കൂടിയ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്ന സമയത്ത് 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥ മന്ദിരത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരെങ്കിലും എറിഞ്ഞു കൊടുക്കുന്ന എച്ചിലെങ്കിലും കിട്ടുമെന്ന് കരുതി വിശന്നിരുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ആ പപ്പയുടെ മുമ്പിൽ നിൽക്കുന്ന പപ്പയുടെ മകൾ. അന്ന് ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവർ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊണ്ട് തരുമെന്ന് കരുതി എത്രയോ രാത്രികൾ ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. എനിക്ക് ഒരു നുള്ള ആഹാരം വേസ്റ്റായി കളയുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. നമ്മൾ വേസ്റ്റായി കളയുന്ന ഒരു നേരത്തെ ആഹാരം മറ്റൊരാളുടെ ഒരു ദിവസത്തെ വയറ് നിറയ്ക്കാൻ കഴിയുമെങ്കിൽ എന്തിനാ പപ്പയെ അങ്ങനെ അത്രയും സാധനം വേസ്റ്റാക്കുന്നത്? അതും കൂടി കേൾക്കുമ്പോൾ സ്റ്റാൻലി ഭയങ്കരമായിട്ട് അങ്ങ് ഇമോഷണൽ ആവുന്നുണ്ട്. അത് പുള്ളിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. അത് ചോദിക്കും, നീ വിഷമിക്കാതെ, എന്തായാലും ഞാൻ പൗലോസിനോട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.